പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിച്ച യൂത്ത് കോൺഗ്രസ് നടപടി ഭാരതീയ സംസ്കാരത്തിന് എതിരെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. മനുഷ്യർ ഇങ്ങനെ അധപ്പതിക്കരുതെന്നും ശ്രീധരൻപിള്ള പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രതികരണത്തിന് മുതിരുന്നില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഞാനിന്ന് കേരളത്തിൽ വന്ന അവസരത്തിൽ തൃശ്ശൂരിൽ നടന്ന ചാണകവെള്ളം തളിച്ചത് ഉൾപ്പെടുന്ന കാര്യത്തെപ്പറ്റി രാഷ്ട്രീയമായി ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിനും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനും ഒരിക്കലും യോജിച്ച നടപടിയായില്ല. മനുഷ്യൻ ഇങ്ങനെ അധപ്പതിക്കരുത് എന്നാണ് എനിക്കത് അത്തരം ആളുകളോട് പറയാനുള്ളത്. കക്ഷി രാഷ്ട്രീയം പരസ്പരം ആശയപരമായി നേരിടേണ്ട ഒന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ച ഒരു വേദി വെള്ളം തളിച്ച് ശുദ്ധീകരിക്കണം എന്ന് ചിന്തിക്കുന്നത് പോലും പാപമാണ്, പാടില്ലാത്തതാണ്. ഒരിക്കൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വന്നപ്പോൾ കേരളത്തിലെ ശിവഗിരി വന്ന അവസരത്തിൽ മുഖ്യമന്ത്രിയായി വന്ന അവസരത്തിൽ വേദി പങ്കിടില്ല. അദ്ദേഹം പങ്കെടുക്കുന്നത് കൊണ്ട് അന്നത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും രണ്ടുപേരും ശിവഗിരിയിലെ ആ പരിപാടി ബഹിഷ്കരിച്ചത് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ഇന്ന് ആ രണ്ട് കൂട്ടരോടും, അന്നത്തെ മുഖ്യമന്ത്രിയോടും അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ, ഇന്നത്തെ പ്രധാനമന്ത്രിയെ കാണാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ച് അങ്ങോട്ട് പോയ ചരിത്രമുള്ളവരല്ലേ? മാറി നിൽക്കാൻ സാധിക്കുമോ? ഇങ്ങനെ ചെറിയ മനസ്സിൻ്റെ ഉടമകളായി കേരളത്തിലെ എൻ്റെ സഹോദരി ചില ആൾക്കാർ മാറിയതിൽ ദുഃഖമുണ്ട്. ആ ദുഃഖം മാത്രം ഞാൻ രേഖപ്പെടുത്തുന്നു. രാഷ്ട്രീയമായി പ്രതിഷേധിക്കാൻ എത്രയോ നല്ല സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രധാനമന്ത്രിയുടെ വേദിയെ ചാണകം തളിച്ച് ശുദ്ധീകരിക്കുമ്പോൾ അവരുടെ മനസ്സ് ഇത്രയും ഇടുങ്ങിപ്പോയതിൽ ഞാൻ അവർക്ക് സർവശക്തനായ ദൈവം സദ്ബുദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.